ഹലോ ഫ്രണ്ട്സ്, നമുക്കിന്ന് വളരെ ഈസി ആയിട്ടുള്ളൊരു പപ്പടക്കറി ഉണ്ടാക്കാം. അതിനായിട്ട് പാൻ അടുപ്പത്ത് വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കുക. അരമുറി തേങ്ങയും 10 കുരുമുളകും ചേർത്ത് കൊടുക്കുക. ചെറു തീയിൽ വെച്ച് നന്നായിട്ട് ഇത് ബ്രൗൺ നിറമാകുന്നവരെ വറുത്തെടുക്കുക. ഇത് വറുത്തതിന് ശേഷമാണ് നമ്മൾ ഇതിലേക്ക് പൊടികളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഈ സമയത്ത് നമ്മൾ തീ കത്തിക്കാൻ പാടില്ല. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, അതിനുശേഷം 3/4 ടീസ്പൂണോളം മല്ലിപ്പൊടിയും 1 ടീസ്പൂൺ മസാലപ്പൊടിയും ആഡ് ചെയ്ത് മിക്സ് ചെയ്യുക. ഈ പൊടികളുടെയൊക്കെ പച്ച കുത്ത് മാറുന്നത് വരെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് ചൂടാറാനായി മാറ്റിവെക്കുക. തേങ്ങയുടെ ചൂട് ആറിയതിന് ശേഷം മിക്സിയുടെ ചെറിയ ജാറിലേക്കിട്ട് നമുക്ക് ഇത് അരച്ചെടുക്കാം. അരച്ചെടുത്തിട്ട് നമുക്കിത് ഒരു ഭാഗത്തേക്ക് മാറ്റി വെച്ചതിന് ശേഷം അടുപ്പത്ത് ഒരു പാൻ വെച്ച് അതിലേക്ക് ഒരു 8-10 പപ്പടം ചെറിയ കഷ്ണങ്ങളായി മുറിച്ച് വറുത്ത് കോരാം. ഞാനിത് ചെറിയ തീയിൽ വെച്ചിട്ടാണ് പപ്പടം വറുക്കുന്നത്. കാരണം എൻ്റെ ഇത് സ്റ്റീൽ പാത്രമാണ്. ഒരുപാട് തീ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് പുകഞ്ഞ് ആകെ നാശമായി പോകും. ഈ പപ്പടമെല്ലാം നന്നായി വറുത്ത് മാറ്റി വെക്കാം. പപ്പടം വറുത്ത പാനിൽ തന്നെയാണ് നമ്മൾ വെളിച്ചെണ്ണ ഒഴിക്കാൻ പോകുന്നത്. വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് കടുക് പൊട്ടിക്കുക. കടുക് പൊട്ടിച്ചതിന് ശേഷം ഒരു തണ്ട് കറിവേപ്പിലയും ആഡ് ചെയ്ത് കൊടുക്കുക. കറിവേപ്പില പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം 2 അല്ലി വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അതൊന്ന് വാടിക്കഴിഞ്ഞതിന് ശേഷം കറിയിലേക്ക് ആവശ്യമായ പച്ചമുളകും നമുക്ക് ഇട്ട് കൊടുക്കാം. 2 പച്ചമുളകാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. കാരണം നമ്മൾ ഇതിലേക്ക് മുളക് പൊടിയും കുരുമുളകും ആഡ് ചെയ്തിരുന്നു നേരത്തെ. പച്ചമുളകും ആഡ് ചെയ്ത് ഒരു സവാളയും കൂടെ ഇതിലേക്ക് ചേർക്കുക. എല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. സവാള ഒന്ന് വാടുന്നത് വരെ ഇതേ പ്രോസസ്സ് ചെയ്തുകൊണ്ടിരിക്കുക. സവാള പെട്ടെന്ന് വഴന്ന് വരാൻ വേണ്ടി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും മിക്സ് ചെയ്യുക. സവാള വാടിയതിന് ശേഷം പിന്നീട് ഇതിലേക്ക് പൊടികളൊന്നും ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല. നമ്മൾ നേരത്തെ അരച്ച് വെച്ച തേങ്ങയുടെ അരപ്പ് മാത്രമാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. തേങ്ങയുടെ അരപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കുക. ഉപ്പ് കുറവുണ്ടെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കറിക്കനുസരിച്ച് നിങ്ങൾ ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. ഇത് നന്നായി വെട്ടി തിളച്ചതിന് ശേഷം മാത്രമാണ് നമ്മൾ നേരത്തെ അരിഞ്ഞ് വറുത്ത് വെച്ച പപ്പടം ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. തിള വന്നതിന് ശേഷം തീ ഓഫ് ചെയ്യുക. ഓഫ് ചെയ്തതിന് ശേഷം പപ്പടം ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് ചേർത്ത് ഇളക്കുക. അതിനുശേഷം വേണമെങ്കിൽ മാത്രം കുറച്ച് വെളിച്ചെണ്ണയോ കറിവേപ്പിലയോ ഇട്ട് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ അതൊന്നും ചെയ്തിട്ടില്ല. കറി ഇവിടെ റെഡി ആയിരിക്കുന്നു. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, ബൈ.